ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ യൂണിയന്റെയോ കൊടിയുടെ നിറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ ഒരു തടസ്സമല്ല. പൊതുപ്രവർത്തനം നടത്തുന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ. നിങ്ങൾക്ക് ഏത് കൊടി കെട്ടണമെങ്കിൽ കൊടി കെട്ടാം, പാർട്ടി യൂണിയൻ പ്രവർത്തനം നടത്താം, യൂണിയൻ പ്രവർത്തനം നടത്താം. പക്ഷേ 10 മണിക്കോ 5 മണിക്കോ ഇടയ്ക്ക് ഒപ്പിട്ടിട്ട് വന്നിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പോകാൻ വേണ്ടി സാധിക്കില്ല. അത് ഏത് പാർട്ടിയുടെ ആയാലും സാധിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്. പിന്നെ അക്കാര്യങ്ങൾ ഇനി രാഷ്ട്രീയ വിവേചനം വെച്ചുകൊണ്ടോ വിരോധം വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലുകളും ഉണ്ടാവുകയില്ല. ഞാനത് കൗൺസിലർമാരോട് തന്നെ പറഞ്ഞു. ഒരു കൗൺസിലറും വന്ന് മേയറെ കാത്ത് 1 മിനിറ്റ് പോലും നിൽക്കുന്നത് മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേദന ഉണ്ടാകും. നിങ്ങൾ ഇത്ര മീറ്റിംഗ് ആയാലും കാര്യം കൗൺസിലർമാർ വന്ന് ജനങ്ങളുടെ കാര്യം പറയുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വരാം. പ്രതിപക്ഷ കൗൺസിലർമാരോ എന്നുള്ള നിലയിൽ ചിലർക്ക് ആശങ്ക, ചിലർ നമ്മളോട് പറഞ്ഞു ഫണ്ടൊക്കെ. ഞാൻ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ, കാരണം നിങ്ങളുടെ ജോലി വ്യക്തിപരമായിട്ടല്ല. ഒരു പ്രതിപക്ഷ കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് കൊടുത്ത കാര്യങ്ങളിൽ നടക്കാത്തത് കൊണ്ട് 5 വർഷവും ജനങ്ങളുടെ ഭാഗത്ത് ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വിവേചനം ഉണ്ടാവുകയില്ല, അങ്ങനെ ഉണ്ടാകാനും പാടില്ല എന്നുള്ളതാണ് അഭിപ്രായം. ഉദ്യോഗസ്ഥരുടെ ഒരു കാര്യം കൂടി പറയുന്നു. പിന്നെ ചില ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ടേമിൽ പറയുകയായിരുന്നു അവരുടെ സെക്ഷനിലുള്ള ചില ഉദ്യോഗസ്ഥരെ അവർക്ക് പേടിയാണ്. ചില ജൂനിയർ ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. സീനിയർ ഉദ്യോഗസ്ഥന്മാർ വരെ പഞ്ചപുച്ഛമടങ്ങി ചില ജൂനിയർ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ നിൽക്കുകയാണ്. ശുചീകരണ മേഖലയിലെ പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ തന്നെ ത്രട്ടം ചെയ്താണ് ചില സ്ഥലത്തുനിന്ന് നിർത്തിയിരിക്കുന്നത്. അവർ പറയുന്നു അതെങ്ങനെ സാധിക്കും? അങ്ങനെ ഏതെങ്കിലും കുറ്റപ്പെടുത്തലോ വേദനയോ അനുഭവിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ഇപ്പം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉണ്ട്, മേയർ ഞാനവിടെ ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്. ഇതിൽ ആരെ വേണമോ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം. നിങ്ങൾ പറയുന്ന കാര്യമോ പേരോ ഒന്നും ഞങ്ങൾ പറയുകയില്ല. പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിരിക്കും. ഒരാശങ്കയും വേണ്ട. ഒരു മീഡിയേറ്ററുടെ ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജെന്യൂനായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ചിലരോട് വാശിയിൽ എന്താണ് അതിൻ്റെ ഓർഡറൊക്കെ വിട്ടിട്ട് കാട്ടായിക്കുളത്തുള്ള ആളിനെ എടുത്തിട്ട് ദേഷ്യത്തിൽ വിഴിഞ്ഞത്ത് പോസ്റ്റ് ചെയ്യും. വിഴിഞ്ഞത്തുള്ള ആളിനെ എടുത്തിട്ട് അവർക്ക് ഒരിക്കലും പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് പോസ്റ്റ് ചെയ്യും. ഒരിക്കലും ബസ് കിട്ടാത്ത കൂടുതൽ തെരുവുനായ ശല്യമുള്ള എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യും. അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള വിരോധം കാണിക്കുന്ന പരിപാടിയുണ്ട്. ഒരു കാരണവശാലും നടക്കില്ല. മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വീടിനടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിയമം അനുവദിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കണം. അവർ ജോലി ചെയ്യാത്തതുകൊണ്ട്, അവർ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ വരിക്കാരാവാത്തതുകൊണ്ട്, അവർ കൊടി പിടിക്കാത്തത് കൊണ്ട് അവരെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെയുള്ള ഭീഷണിയുടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിത് സൂചിപ്പിച്ചത് അങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നേരത്തെ എന്നോട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഞാൻ പലതവണയും ജില്ലാ കളക്ടറോടും ഡെപ്യൂട്ടി കളക്ടറോടും ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരോടും ഒക്കെ കുറച്ച് കയർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് BJPയുടെ ജില്ലാ പ്രസിഡന്റായ സമയത്ത്. കാരണം BJPയുടെ ഫ്ലക്സ് മാത്രം പാർട്ടി പരിപാടി കഴിയുന്നതിന് മുമ്പ് എടുത്ത് മാറ്റും. ഞങ്ങളിപ്പോൾ ഒരു ഫ്ലക്സ് ബോർഡ് അടിക്കണമെങ്കിൽ ഒരു ബോർഡിന് 2000-3000 രൂപ വെച്ചിട്ട് 100 ബോർഡ് അടിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയാവും? വച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അത് മാത്രം കാണാനില്ല. അപ്പം അന്നൊരു തീരുമാനം വരും. അന്ന് എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം വന്നേച്ചാൽ അടുത്ത് മാറും. ഒരു പാർട്ടിയുടെയും അങ്ങനെയുള്ള ദ്രോഹങ്ങൾ ചെയ്യരുത്. പക്ഷെ പരിപാടി കഴിഞ്ഞാൽ ബോർഡുകൾ അവിടെ ഇരിക്കാനും പാടില്ല.